നമസ്കാരം. ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം. ഈ വാരം 3 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. 2 മലയാള ചിത്രങ്ങളും ഒപ്പം തന്നെ ഒരു തമിഴ് ചിത്രവും. കനൽ കോരിയിട്ടുകൊണ്ട് മോഹൻലാൽ. കനൽ. മഞ്ജു വാര്യർ വീണ്ടും ശക്തമായ കഥാപാത്രവുമായി റാണി പത്മിനി. വിക്രം നായകനായ 10 എൻട്രതിക്കുള്ളേ. ശക്തമായ കഥാപാത്രവുമായി മോഹൻലാൽ കനൽ എന്ന ചിത്രവുമായി എത്തിയിരിക്കുന്നു. സുരേഷ് ബാബുവാണ് തിരക്കഥാ രചന കൈകാര്യം ചെയ്തിരിക്കുന്നത്. പത്മകുമാറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഷിക്കാർ എന്ന ചിത്രശേഷമാണ് ഈ മൂവരും ഒന്നിക്കുന്നത് കനൽ എന്ന ചിത്രത്തിലൂടെ. അനൂപ് മേനോനും വ്യത്യസ്ത കഥാപാത്രം ചെയ്യുന്നു ചിത്രത്തിൽ. അതുൽ കുൽക്കർണി വില്ലൻ വേഴ്സിലെത്തുന്ന കനൽ എന്ന ചിത്രത്തിൽ 3 നായികമാരാണുള്ളത്. ഹണി റോസ്, നിഖിത, ഷീലു എബ്രഹാം. പ്രതാപ് പോത്തനും വ്യത്യസ്തമായ ഗെറ്റപ്പിൽ എത്തുകയാണ് ചിത്രത്തിൽ. Heavy debts, lack of money to live, have forced us to commit suicide. എല്ലാ അവസാനങ്ങൾക്കും ഒരു പഴയ തുടക്കമുണ്ട് എന്നാണ് കനലിൻ്റെ വാക്യം. ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കൊല്ലട്ടെ എന്ന പരസ്യവാചകവും സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെതായിട്ടുണ്ട് കനൽ എന്ന ചിത്രത്തിൽ. ചിത്രത്തിന്റെ നരേഷൻ നൽകിയിരിക്കുന്നത് പ്രശസ്ത നടൻ പൃഥ്വിരാജാണ്. വിനോദ് ഇല്ലമ്പള്ളി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ എസ് സുരേഷ് ബാബുവാണ് തിരക്കഥാ രചന കൈകാര്യം ചെയ്തിരിക്കുന്നത്. അബ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു ആണ് കനൽ എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന കനൽ വിതരണം ചെയ്തിരിക്കുന്നത് ആശീർവാദ് റിലീസും മാക്സ് ലാബും ചേർന്നാണ്. ഞാൻ കൊല്ലട്ടെ. എൺപതുകളിലെ നായികയായിരുന്ന റാണി പത്മിനിയുടെ പേരിൽ ഒരു മലയാള ചിത്രം ഇറങ്ങിയിരിക്കുകയാണ് ഈ വാരം. റാണി പത്മിനിയിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മഞ്ജു വാര്യരും റീമ കല്ലിങ്ങലുമാണ്. പ്രശസ്ത സംവിധായകൻ ആഷിഖ് അബുവാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രം ഈ ആഴ്ച എത്തിയിരിക്കുകയാണ്. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ചിത്രമാണ് റാണി പത്മിനി. ചീത്തപ്പേര് കേൾപ്പിക്കരുത്. കാട്ടുപറമ്പത്തെ ശങ്കരൻ വൈദ്യരുടെ മോളാണ് നീ. ഇനി സൊസൈറ്റി നിനക്ക് പുല്ല് വില തരില്ല. പോട്ടെ, നിനക്ക് തന്നെ നിന്നെ വല്ല വിലയുണ്ടോ? എന്നാ വാ പോവാം. ഒരു പെണ്ണിന് വീട്ടിലിരുന്നാൽ പറ്റാവുന്ന അപകടങ്ങളെ റോട്ടിലും ഉള്ളൂ. ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന റാണി പത്മിനി എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് PM ഹാരിസ്, VS മുഹമ്മദ് അൽത്താഫ് എന്നിവർ ചേർന്നാണ്. ശ്യാം പുഷ്കരൻ, രവിശങ്കർ എന്നിവർ ചേർന്നാണ് തിരക്കഥാ രചന കൈകാര്യം ചെയ്തിരിക്കുന്നത്. മധു നീലകണ്ഠൻ ഛായാഗ്രഹണം കൈകാര്യം ചെയ്ത ചിത്രത്തിന്റെ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ബിജു പാലാണ്. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദ്. वैसे फिल्म स्टार्स और गैंगस्टर्स को अपनी इंट्रोडक्शन देना अच्छी बात नहीं है. आपकी आंखें बहुत खूबसूरत हैं. നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ സുഖമായിട്ട് ജീവിക്കാലോ. ഓടി കാലിത്തീറ്റേ. कोई दिक्कत नहीं है, मिस्टर गिरी से कहो कि कूल रहें. आप पद्मिनी जी को किसी तरह रोक के रखो वहां मॉर्निंग तक. നമ്മൾ ആണുങ്ങള് കൺവീനിയൻസിന്റെ രാജാക്കന്മാരാണ്. ഈ വേചാറാവല്ലേ? മഞ്ജു വാര്യർ, റീമ കല്ലിങ്ങൽ എന്നിവരെ കൂടാതെ റാണി പത്മിനിയിൽ പ്രവീൺ ജെയിൻ, സജിത മഠത്തിൽ, ശ്രീനാഥ് ബാസി, സൗബിൻ ഷാഹിർ, കുഞ്ചൻ, അംബിക മോഹൻ തുടങ്ങിയവരും അഭിനേതാക്കളാണ്. റാണി, പെൺകുട്ടികൾ സൂപ്പർ അല്ലേ? വിക്രം നായകനായ തമിഴ് ചിത്രമായ 10 എൻട്രതിക്കുള്ളേ ഈ ആഴ്ച പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ്. പ്രശസ്ത സംവിധായകനായ AR മുരുകദാസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇക്കുറി വിക്രമിൻ്റെ നായക കഥാപാത്രം ചെയ്യുന്നത് സാമന്തയാണ്. 10 സെക്കൻഡ് ആകുത്. வர்றோம் பேர் என்ன? ஜேம்ஸ் பாண்ட்.
10 എൻട്രതിക്കുള്ളേ എന്ന ചിത്രത്തിൽ വിക്രമിനെ കൂടാതെ സമന്ത, പശുപതി, രാഹുൽ ദേവ് തുടങ്ങിയവരും പ്രധാന താരനിരയെ അണിനിരത്തിയിരിക്കുന്നു. വിജയ് മിൽട്ടനാണ് ചിത്രത്തിന്റെ തിരക്കഥാ രചന നിർവഹിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത്. AR മുരുകദാസ് നിർമ്മാണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഗാനങ്ങൾ ഈണം പകർന്നിരിക്കുന്നത് D. ഇമ്മനാണ്. ശ്രീകർ പ്രസാദാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. 10 എൻട്രതിക്കുള്ളേ ഈ ആഴ്ച പ്രദർശനത്തിൽ എത്തിയിരിക്കുന്ന തമിഴ് ചിത്രമാണ്. நான் உடனே பார்க்கணும். This is the day, man. நேற்று அந்த பொண்ணை தொட்டிருந்தீங்கன்னா அவன் யாரு? அடிச்சிருப்ப. இன்னைக்கு கொன்றுவேன். நீ எல்லாத்தையுமே 10 நிமிஷத்துக்குள்ள முடிச்சிடுவியா? ஐயா നമസ്കാരം. ഇന്നത്തെ സിനിമയിൽ ഇന്ന് പങ്കുകൊള്ളാനെത്തിയിരിക്കുന്നത് ഇരട്ട തിരക്കഥാകൃത്തുക്കളാണ്. വിജയ ചിത്രമായ അമർ അക്ബർ ആൻ്റണിയുടെ വിഷ്ണുവും അതുപോലെ തന്നെ ബിബിൻ ജോർജും. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. ആദ്യം തന്നെ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്, വിഷ്ണുവിനും അതുപോലെ തന്നെ ബിബിനും. അമർ അക്ബർ അന്തോണി എന്ന ചിത്രം വിജയത്തിൻ്റെ കാഹളം ഊതിക്കൊണ്ട് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുകയാണ് ഈ ചിത്രം. പ്രത്യേകിച്ച് ഇരട്ട തിരക്കഥാകൃത്തർ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. റാഫി മക്കാട്ടിൻ, സിദ്ദിഖ് ലാൽ പോലുള്ള അവരും ഹാസ്യത്തിൻ്റെ രൂപേണയുള്ള തിരക്കഥകളായിരുന്നു മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. നിങ്ങളും അതേ ഒരു ശ്രേണി പിന്തുടർന്നു. ഒരു താരബാഹുല്യമുള്ള ഒരു ചിത്രത്തിൽ നിങ്ങളുടെ തൂലിക ചലിപ്പിക്കാൻ പറ്റി. എങ്ങനെ കാണുന്നു ഈ മുഹൂർത്തത്തെ? ആദ്യം തന്നെ വിഷ്ണു ഒരു നടൻ കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തിരക്കഥാ രചനയിലേക്ക് വന്നതിനെക്കുറിച്ച്, ആ ഒരു തിരക്കഥ കൈകാര്യം ചെയ്തതിനെക്കുറിച്ചൊന്ന് പറയും. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്വപ്നം കണ്ടു, അതിപ്പോൾ യാഥാർത്ഥ്യമായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് തന്നെയാണ് ആദ്യം എഴുതുന്നത്. അതിനുശേഷമാണ് നാദർഷക്കെ കണ്ടതും ഇത് സിനിമ ഈ രീതിയിൽ വലുതാവുകയും ചെയ്തത്. കാസ്റ്റിംഗ് ഒക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ രാജേട്ടനും ഇന്ദ്രേട്ടനും ചേട്ടനൊക്കെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ സിനിമയായി. ഞങ്ങൾ സ്വപ്നം കണ്ടതിനപ്പുറത്തുള്ളൊരു സിനിമയായി മാറി. അപ്പോൾ വളരെ സന്തോഷമാണുള്ളത് ഇപ്പോൾ. ഓക്കെ, ബിബിൻ ജോർജ്, നിങ്ങളുടെ ഒരു സിനിമയിലേക്കുള്ള ആദ്യമായിട്ടുള്ള രംഗപ്രവേശമാണല്ലോ. ഇതിനു മുമ്പ് ബഡായി ബംഗ്ലാവ് പോലുള്ള ചാനൽ ഹിറ്റ് പ്രോഗ്രാമിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ബിബിൻ ജോർജ്. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിൽ വലിയ ക്യാൻവാസിലേക്ക് വന്നപ്പോൾ? എന്താണ് പറയാനുള്ളത്? വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഞാനും വിഷ്ണുവും തമ്മിൽ ഒരുപാട് ചെറുപ്പം മുതൽ 6ാം ക്ലാസ് മുതലുള്ള കൂട്ടാണ്. പിന്നീട് കുറേ നാൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരുമിച്ച് സിനിമയ്ക്ക് പോവുക, സിനിമ കാണുക, സിനിമ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ദിവസം നമ്മളുടെ പടവും ഇതേപോലെ വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു വിജയം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ചതല്ല, പ്രതീക്ഷിച്ച് എന്താ പറയുന്ന നാദൃശിക്കയോടും അല്ലെങ്കിൽ ഇത് കണ്ട് ഇപ്പോൾ വിജയിക്കുന്ന ചെറുപ്പക്കാരോടും പിന്നെ എന്താ പറയുന്ന ഞങ്ങളെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന അമ്മമാരോടൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. കാരണം അമർ അക്ബർ അന്തോണി ഇപ്പോൾ മലയാള സിനിമ എന്താ പറയുന്ന എല്ലാ തിയേറ്ററുകളും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണത്. ഇത്തരം ഒരു ചിത്രത്തിൽ ശരിക്കും ഒരു ഹാസ്യരൂപേണ അവതരിപ്പിക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത്, നല്ലൊരു മെസ്സേജ് നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് വ്യത്യസ്തമാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അത്തരം രീതിയിൽ കൂടെ പ്രശംസ അറിയിക്കുന്ന ഒരു ചിത്രമാണ് അമർ അക്ബർ അന്തോണി, അല്ലേ? ആ ഒരു മെസ്സേജിലേക്കും നിങ്ങളത് എൻ്റെ സസ്പെൻസ് പറയാതെ തന്നെ അങ്ങനെ ഒരു സീരിയസ് ഒരു പ്രമേയത്തിലേക്ക് വന്നതിനെക്കുറിച്ചൊന്ന് പറയുമോ? ആദ്യമേ ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നത് വെറുതെ ഒരു തമാശപ്പടം മാത്രമായി പോകരുത്, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്തായാലും നമ്മുടെ ഈ സിനിമയിൽ വേണം, അതും കൂടി കൈകാര്യം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ഇപ്പോൾ നമ്മുടെ സമകാലിക പ്രസക്തമായിട്ട് ഉള്ള ഒരു എലമെൻ്റ് ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഹ്യൂമർ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ബിബിൻ, സാധാരണ നമ്മൾ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഏറ്റവും പ്രയാസമുള്ളൊരു ഘടകം തന്നെയാണ്. നമ്മൾ എഴുതി വെച്ച പല സാധനവും പ്രേക്ഷകർക്കിലേക്ക് എത്തിപ്പെടുക, അവരത് ഏറ്റെടുക്കുക, കൈയടിക്കുക എന്നുള്ള വളരെ പ്രയാസമാണ്. കരയിപ്പിക്കാൻ പിന്നെയും എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം നിങ്ങൾ എഴുതി വരുമ്പോൾ പലവട്ടം മാറ്റിമറിക്കപ്പെട്ട തിരക്കഥയായിരിക്കുമല്ലോ പല രീതിയിലും. അത്തരം സ്ട്രഗിൾ ചെയ്ത മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ലേ?
ഈ ചിരിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഇത്രയും ചിരിപ്പിക്കുകയും ചിരിക്കുകയും ചിരി ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകൾ മലയാളികളാണ് എന്ന് തോന്നുന്നു എവിടെ പോയാലും. കാരണം നമ്മളുടെ ഒരു ചിരി എപ്പോഴും നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന TV പരിപാടികളിലൂടെയും പണ്ട് ആബേലച്ചൻ്റെ കലാഭവൻ മുതൽ മിമിക്സ് പരേഡ് തുടങ്ങിയ മുതൽ ഇങ്ങനെ ചിരിയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാടായി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിരി ഇപ്പോൾ TV എപ്പോൾ തുറന്നാലും ചിരിയുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളുമാണ്. കണ്ട് ഒരു മടുപ്പിലേക്ക് എത്തിയ ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ നിന്ന് ചെയ്യേണ്ടത്. അത് തന്നെയായിരുന്നു ഈ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്നുള്ളതിൽ ഒരു വെല്ലുവിളിയായിരുന്നു. നിലവാരമില്ലാത്ത കോമഡികളൊക്കെ പല ചാനലിലൊക്കെ കണ്ട് ജനങ്ങൾ നല്ല കോമഡിയായി ഏറ്റെടുക്കൊള്ളുന്ന സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെ, അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ വളിപ്പായിരുന്നോ എന്ന് ജനങ്ങളായിരുന്നു തീരുമാനിക്കേണ്ടത്. പക്ഷെ ദൈവാനുഗ്രഹിച്ച് നമ്മൾ ചെയ്തതും നല്ലതായിട്ട് തന്നെയാണ് ആളുകൾ സ്വീകരിച്ചത്. ചിരിക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടില്ല. കാരണം ഈ ചിരിയും ഈ പടത്തിൻ്റെ ഈ സോഷ്യൽ മെസ്സേജും അല്ലാതെ ഈ സോഷ്യൽ എന്താ പറയുന്നത് നമ്മൾ ചെറുപ്പക്കാരുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യാനൊരു പാടുണ്ടായിരുന്നു. അതായത് ഈ സോഷ്യൽ ഇഷ്യൂ ഇതിനു മുമ്പ് പറഞ്ഞേക്കുന്ന സിനിമകളെല്ലാം വളരെ സീരിയസ് സിനിമകളായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അധികം സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സിനിമ എടുത്തു അല്ലെങ്കിൽ കഥ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഹ്യൂമർ ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ക്ലൈമാക്സ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ ഏറ്റെടുത്താൽ ഈ സിനിമ വിജയിക്കുമെന്നായിരുന്നു അല്ലേ. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പേടിയും. അത് ഭയങ്കര പേടി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. നിയമസഹായിച്ച് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇപ്പൊ ആദ്യത്തെ ഒരു വീക്കിലെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂത്ത് പിള്ളേർ ഫാൻസുകാർ അങ്ങനെ നമ്മുടെയൊക്കെ പോലെയുള്ളവരൊക്കെയാണ് ആദ്യത്തെ വീക്കിൽ സിനിമ കണ്ടതെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പോയിട്ട് ഇത് ഞാൻ മാത്രം കണ്ട് എൻജോയ് ചെയ്യേണ്ട സിനിമയല്ല, എൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും അനിയനും ഒക്കെ കാണണ്ടെന്ന് പറഞ്ഞ് അവർ ഫാമിലി ആയിട്ട് രണ്ടാമത് റിപ്പീറ്റ് ഓഡിയൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അവരൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് എഴുതിയതാണ് ഈ ചിത്രം എന്ന് പറയാം. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ സംവിധായകൻ്റെ പൾസ് എങ്ങനെ നിങ്ങൾ കണ്ടെത്തി? നാദുഷയെ പോലുള്ള ഹാസ്യരംഗത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. എന്നിട്ട് സിനിമയിലേക്ക് പിന്നിൽ ആണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്, പാരഡി ഗാനങ്ങളിലൂടെയൊക്കെ. അദ്ദേഹത്തെ പോലുള്ള സംവിധായകനോട് കഥ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഞാൻ പലതിൽ വായിച്ചതാണ്. നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് പറഞ്ഞു തീർത്തു. അദ്ദേഹം എവിടെയോ ധൃതി വെച്ച് പോകാനിരുന്നാൽ പെട്ടെന്ന് കേട്ടു, അതിൽ ഇരുന്ന് പോയി കഥ കേട്ടെന്ന്. അദ്ദേഹത്തിൻ്റെ പൾസ് എങ്ങനെ മനസ്സിലാക്കി കഥ പറഞ്ഞപ്പോൾ? ഇതിൽ വേറെ ഏറ്റവും വലിയ തമാശ അതാണ്. കാരണം ഞാനും വിഷ്ണുവും വിചാരിച്ചിരുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നാദൃഷിക പണ്ട് പണതിലുള്ള ആളാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ വേവ് ലെങ്തിലുള്ള തമാശകൾ ഇഷ്ടപ്പെടുമോ എന്നുള്ള വളരെ ഭയം ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു സമയം വന്നപ്പോൾ ഇതൊക്കെ സംഭവിക്കുകയാണ്. കാരണം ഞങ്ങൾ 10 മിനിറ്റിനുള്ളിൽ കഥ പറയാൻ ചെല്ലുന്നു. വിഷ്ണുവാണ് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തത്. അത്രയും നേരം എന്താ പറയുക 10 മിനിറ്റിനുള്ളിൽ പറയാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ കഥ പറയാൻ അറിഞ്ഞൂടാ, ഇപ്പോഴും അറിഞ്ഞൂടാ. അത് ചോദിച്ചാൽ ഞങ്ങൾക്ക് കഥ പറയാൻ അറിയാൻ പറ്റില്ല. സീൻ ഓർഡറായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് വായിച്ച് കേൾപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞാൽ എന്നാൽ കുറച്ച് വായിക്കുമെന്ന് പറഞ്ഞു. കുറച്ച് ഞങ്ങൾ വായിച്ചു തുടങ്ങിയാണ്. പിന്നെ 2.5 മണിക്കൂർ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇക്ക എണീറ്റ് ഞങ്ങൾക്ക് കൈ തന്നിട്ട് പറഞ്ഞ് എൻ്റെ ആദ്യ സിനിമയായിട്ട് ഞാൻ ഈ സിനിമ ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഇക്കൊക്കെ ഭ്രാന്തായതാണ്. അത് കിളിപോയി കറക്റ്റ് മരുന്നൊക്കെ പറഞ്ഞു എന്ന് പറയാം. ഏതായാലും ഈ അമർ അക്ബർ അന്തോണിയുടെ കാസ്റ്റിംഗ് തന്നെ വളരെ എവർക്കും ഇഷ്ടപ്പെടുന്ന പൃഥ്വിരാജ്, അതുപോലെ തന്നെ ഇന്ദ്രജിത്ത്, ജയസൂര്യ, ഇതിനു മുമ്പ് ക്ലാസ്മേറ്റ്സ് എന്ന ഹിറ്റ് ചിത്രത്തിലായിരുന്നു ഈ മൂവർ ഒന്നിച്ചത്. ശരിക്കും നിങ്ങൾക്കൊരു വലിയൊരു ബാധ്യത തന്നെയാണ് ആ ഒരു കൂട്ടുകാരനെ വീണ്ടും ഹിറ്റ് ചിത്രത്തിൽ നിന്ന് വീണ്ടും അടുത്ത ചിത്രം ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഏത് പ്രതീക്ഷ ഉണ്ടാവും അല്ലേ? അപ്പം ശരിക്കും ഒരു ബാധ്യത തന്നെ. അപ്പോൾ ഈ കാസ്റ്റിങ്ങിന് പിന്നിൽ കൂടി എന്ന് പറയുമോ? ഇത് നിങ്ങളുടെ കൂട്ടായ്മ ചർച്ചയിലായിരുന്നോ അതോ ഡയറക്ടറിൻ്റെ തന്നെ തീരുമാനമായിരുന്നു? ഫുൾ സ്ക്രിപ്റ്റ് കേട്ട് നമ്മുടെ നാദർഷക്കയും പ്രൊഡ്യൂസറും എല്ലാവരും ഓക്കെയാണ്. ഇത് ആരോട് പറയും കാസ്റ്റിങ് ആരെയൊക്കെ വെക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചന ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഈ ക്ലൈമാക്സ് പോർഷനൊക്കെ ഡയലോഗ്സ് എഴുതിക്കൊണ്ടിരിക്കണുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്ത് നോക്കിയാണ് ആൻ്റണി ചേട്ടനോട്. ഇത് രാജു ചേട്ടനൊക്കെയാണ് ഇത് പറയണമെങ്കിൽ കലക്കൂട്ടാ തിയേറ്റർ വെറുതെ അതുവരെ ഞങ്ങൾക്ക് ചിന്തയേയില്ല. അപ്പോൾ ഈ ആൽവിൻ ആൻ്റണി എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ വലുപ്പ് നമുക്ക് അവിടെ മനസ്സിലാവണം. രാജുവിനെ വിളിക്കണം.
ഇപ്പോൾ വിളിക്കാം. ഇത് നേരെ പോക്കറ്റിൽ കിടന്ന ഫോൺ രാജചേട്ടനെ വിളിക്കുകയാണ്. ആൽവിനാന ചേട്ടനും രാജചേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് അവിടെ മനസ്സിലാണ്. രാജചേട്ടൻ്റെ ഫാദർ സുകുമാരൻ സാറായിട്ടൊക്കെയുള്ള ബന്ധമാണ് ആൽവിൻ ചേട്ടൻ. പിറ്റേ ദിവസം തന്നെ രാജചേട്ടൻ സ്ക്രിപ്റ്റ് കേൾക്കാൻ തയ്യാറായി. ഞങ്ങൾ പോയി നാദർഷിക്കയും ഞാനും ബിബിനും ആൽവിൻ ആന്റണി ചേട്ടനും കൂടി ചെന്ന് രാജചേട്ടനോട് ഇതേപോലെ ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കാണ് ഉണ്ടായത്. കേട്ടപ്പോൾ തന്നെ രാജചേട്ടൻ ഓക്കെ പറഞ്ഞു. രാജചേട്ടൻ ഓക്കെ പറയുകയും ചെയ്ത് ഇന്ദ്രത്തേട്ടന് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് ക്ലാസ്മേറ്റ്സ് രൂപമായത്, ബഡ്ജറ്റ് കൂടിയത്, വൈഡായത്, ഇത്രയും വലിയൊരു സിനിമയിലേക്ക് കടന്നത് പൃഥ്വിരാജേട്ടൻ്റെ ആ ഒരു തീരുമാനമായിരുന്നു. അമർ അക്ബറിന്റെ മറ്റൊരു പ്രത്യേകത ഗാനങ്ങളാണ്. നാദർഷിക്കയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സന്തോഷ് വർമ്മ, ബാപ്പു വാവാട്, നാദർഷിക 3 പേരും എഴുതിയിട്ടുണ്ട്. പ്രേമം എന്താണെന്ന് പ്രേമം എന്നാൽ എന്താണ് തന്നെയാണ് നാദർഷിക എഴുതിയത്. പലരുടെയും ചുണ്ടുകൾ ഇണമിട്ട് നടക്കുന്നു ഇപ്പോൾ. അത് ഏറെ പ്രത്യേകത ആർട്ടിസ്റ്റ് തന്നെ പാടി. ജയസൂര്യനും പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിന്റെയും സൗണ്ടിൽ തന്നെയാണ് പാടി. അത് പൃഥ്വിരാജിന്റെ സൗണ്ടിലൊക്കെ തന്നെ പ്രത്യേകം നമുക്ക് എടുത്തറിയാൻ പറ്റുന്ന സൗണ്ടാണ്. അത് വേറൊരു ഗായകൻ പാടിയാൽ അത്രയും അല്ലേ ആ ഗാനങ്ങോട്ട് മാച്ച് ആകില്ലെന്ന് തോന്നുന്നു. അതുമൊക്കെ നിങ്ങളുടെ ഒരു കൈകടത്തിലായിരുന്നു, എല്ലാവരും കൂടെ തീരുമാനം? ഡയറക്ടർ എന്നുള്ള ആളുടെ തന്നെയാണ് പല തീരുമാനങ്ങളും. പിന്നെ നാദർഷിക ഞങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും. ബിഗിനിങ് സ്റ്റേജ് മുതൽ ലാസ്റ്റ് ഇതിന്റെ ഓഡിയോ മിക്സിങ്ങിന് വരെ നാദർഷിക ഞങ്ങളെയും കൊണ്ടുപോയിട്ടുണ്ട് കൂടെ. അപ്പൊ ഇക്കയുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഫുള്ള് ത്രൂ. ഇക്കയുടെ ഒരു പ്രത്യേകത അതാണ്. ഇക്ക ഇപ്പോൾ നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ക്രൂവിന്റെ ഇടയിൽ ഇപ്പോൾ ലൈറ്റ് ബോയ് ആണെങ്കിലും ഇപ്പോൾ ഒരു ചായ കൊണ്ടുവന്നിരുന്ന ആളാണെങ്കിൽ പോലും അയാൾ പറയാണ് ഇക്കത് മറ്റേ പോലെ ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഇക്കത് ഓക്കെ ആണെങ്കിൽ അതൊക്കെ സ്വീകരിച്ചിരിക്കും. അത് ഇക്കയുടെ വലിയ മനസ്സാണ്. അത് ഇപ്പോൾ ഈ പറയുന്ന 3 താരങ്ങൾക്ക് വരെ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങളെപ്പോലെയുള്ള ചെറിയ, അതായത് പുതിയ ആളുകൾ ഞങ്ങൾ ചെറിയ സജഷൻ ഇക്കേനോട് ചോദിച്ചിട്ട് ഇക്ക പോയി പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ ഇക്ക പോയി പറഞ്ഞോടാന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് പറയുമ്പോൾ അത് റിസീവ് ചെയ്യാനുള്ള മനസ്സ്. ഇവനെപ്പോഴും പറയും മണിരത്നത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ട അതേ മനുഷ്യനാണ് പൃഥ്വിരാജ്. അത് ഞങ്ങളുടെ മുമ്പിലിരുന്ന് പുള്ളി ഇരുന്ന് കേട്ടതൊക്കെ അതേ രീതിയിലായിരുന്നു. അത്ര അതുപോലെ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് വെച്ച് കോളനിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയ റിസ്ക് ആണ്. സത്യം ആസ് എ ഡയറക്ടർ എന്നുള്ള ആദ്യ ഫിലിം അല്ലേ, എനിക്കൊക്കെ വളരെ ഭയങ്കര ഹെവി തന്നെയായിരുന്നു ഈ സിനിമ. സിനിമാ രംഗത്തുള്ള ഒരുപാട് പേര് പറഞ്ഞ സംഭവമാണ് ആദർശിക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണെന്ന് കണ്ടാൽ പറയില്ല എന്ന് പറയുന്നത് ഇക്കൊക്കെയുള്ള ഒരു വലിയ ക്രെഡിറ്റ് ആണ്. ശ്രീന്ദ, അതുപോലെ നമിത പ്രമോദ് അല്ലെ, ഫീമെയിൽസിനും ലളിത ചേച്ചിക്കൊക്കെ ഭയങ്കര കൈയടിയാ തിയേറ്ററിൽ. ബിന്ദു പണിക്കർ അവരൊക്കെ തന്നെ അടുത്ത കാലത്ത് ഹീറോയിൻ ഓറിയന്റഡ് അല്ലെന്നേ ഉള്ളൂ, ഫീമെയിൽ ഓറിയന്റഡ് ആണ് സബ്ജക്ട് മൊത്തത്തില്. ഈ വിഷ്ണുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം സിനിമകൾ, പളിങ്ക് പോലുള്ള ചിത്രങ്ങൾ വില്ലനായിട്ട് വന്നു. അതുപോലെ തന്നെ പൊട്ടാസ് ബോംബ്, യോബിൻ്റെ പുസ്തകം നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭയാണ് സ്ക്രീനിൽ. അപ്പോൾ ഈ ക്യാമറയ്ക്ക് പിന്നിലേക്ക് വരികയും ചെയ്തു. കൂടുതൽ താല്പര്യം എഴുത്ത് തന്നെ ആയിരുന്നു അഭിനയിക്കുമ്പോഴും? ഇല്ല, ഞാനങ്ങനെ എഴുത്തുകാരുടെ സംഭവമല്ലേ, സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടും കൂടി ഇല്ല എഴുത്തിനെ കുറിച്ചൊക്കെ. അത് പിന്നെ ഞങ്ങള് ഒരുമിച്ചുണ്ടായ ഒരു എന്താ പറയാ, അതങ്ങനെ സംഭവിച്ചതാണ്. പിന്നീട് ഞങ്ങൾ സ്റ്റേജ് പരിപാടികൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. മിമിക്രിയാണ് ഞങ്ങൾ രണ്ടുപേരുടെ ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റേജ് ഷോസ് ഒരുമിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. പല ഷോയ്ക്ക് വേണ്ടിയിട്ടും സ്കിറ്റുകൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെന്നാൽ പിന്നെ നമുക്കൊരു സിനിമ എഴുതാന്നുള്ള തീരുമാനത്തിൽ എത്തണം. അങ്ങനെയാണ് ഇതിപ്പോൾ ഇന്ന് ഇങ്ങനെ വരെയൊക്കെ ആയത്. അടുത്ത ഉദ്യമം സിനിമയിൽ അഭിനയമാണോ തിരക്കഥയാണോ, ഏത് മേഖലയിലായി? അങ്ങനെ പ്ലാനൊന്നുമില്ല. ഇപ്പം ഈ സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ഓരോ കുഞ്ഞു സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും അഭിനയിക്കാൻ നാളെ വിളിക്കുകയാണെങ്കിൽ നാളെ പോകും. ഇപ്പൊ എന്റെ 2 പടം ഇറങ്ങാനുണ്ട് ഇനി, അഭിനയിച്ച പടങ്ങളല്ലേ. തിരക്കഥാകൃത്തുക്കളായിട്ട് അടുത്ത കഥ മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അല്ല, സ്റ്റോക്കുകൾ കയ്യിലുണ്ടോ? അതിപ്പോ ഈ സിനിമയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടിയായിരുന്നു ഇത് പോളിഷ് ചെയ്ത് എടുക്കാൻ. ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ടൈം ഉണ്ടാവുമല്ലോ. പലവട്ടം നമ്മൾ മാറ്റി, നേരത്തെ പറഞ്ഞ പോലെ മാറ്റി തിരുത്തി കുറിക്കപ്പെട്ടതായിരിക്കുമല്ലോ പല സ്ക്രിപ്റ്റുകളും. പിന്നെ ഇതിനകത്ത് ഈ കണ്ടതിന് ശേഷം പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അതുപോലെ ജയസൂര്യ, അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പ്രതികരണങ്ങൾ? മാഡം വിജയചിത്രമാണെങ്കിൽ പോലും അവരുടെ ഭാഗത്തു നിന്ന് എത്തരത്തിലുള്ള കിട്ടിയേ? അവര് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ എല്ലായിടത്തും അവര് ഞങ്ങളെ കുറിച്ചും കൂടി പറയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പടം ഹിറ്റാവുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവരുടെ ഒരു വലിയൊരു മനസ്സാണ്. കാരണം രാജുവേട്ടനാണെങ്കിലും ഇന്ദ്രേട്ടനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഇന്നലെ ഇങ്ങനെ രാജുവേട്ടൻ അങ്ങനെ പല ആളുകൾ ഞങ്ങളോട് പറഞ്ഞു. പടം ഇറങ്ങുന്നതിന് അവർക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സിനിമ നന്നാവുമെന്ന്. പക്ഷെ ഞങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അവർ ഇപ്പോൾ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് വളരെ സന്തോഷമാണ്. ഇപ്പം ഇന്നും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു 3 പേരും തമ്മിൽ. ഇന്ദ്രേട്ടനും ജയേട്ടനും ഞങ്ങളൊക്കെ ഒരുമിച്ച്, ഞങ്ങളെല്ലാവരും സിനിമ കണ്ടതാണെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും എറണാകുളത്തെ പത്മനാഭ തിയേറ്ററിൽ പോയിട്ട് 2ാമത് സിനിമ കാണുകയും ചെയ്തു. ഒരുമിച്ചിരുന്ന് കാണണമെന്ന് അവരിങ്ങോട്ട് പറയാണ് ഉണ്ടായത്. ആളുകളുടെ ഇടയിൽ ആ ഒരു ഓളത്തിൻ്റെ ഇടയിലിരുന്ന് കാണാമെന്നും പറഞ്ഞ് ഇന്ദ്രേട്ടനും ജയേട്ടനും ഒക്കെ വന്നു.
അല്ല, വിഷ്ണുവും വിപിനും ആളുകളുമായിട്ട് കണ്ടു, ഒപ്പം തന്നെ ആ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. ജനത്തിൻ്റെ നേരിട്ടുള്ള പ്രതികരണങ്ങൾ എങ്ങനെ നിങ്ങൾ കണ്ടപ്പോൾ എങ്ങനെയാണ് അവരുടെ സത്യസന്ധമായ പ്രതികരണങ്ങൾ പറയുന്ന അവസ്ഥയാണ് ഈ മൾട്ടിപ്ലക്സ് അല്ല സാധാരണ സിനിമ ശാലകൾ, അവിടെ നിന്നുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങൾ? ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ ടി വിയിൽ ഷോ ചെയ്യുമ്പോഴും സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോഴും നമുക്കറിയാം കുറച്ച് ആളുകൾ ചിരിക്കും, അല്ലെങ്കിൽ ഇത് പരിപാടി നല്ലതാണെന്ന് പറഞ്ഞാലും നമുക്കിത് നേരിട്ട് അറിയില്ലല്ലോ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്ത സാധനങ്ങൾ. പരിപാടി കൊള്ളായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ ചിരിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും ബഡേ ബംഗ്ലാവ് നല്ലതാണെന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടിട്ടില്ല ആ പ്രേക്ഷകർ ചിരിക്കുന്നു. ഇത് ഞങ്ങൾ ഫസ്റ്റ് ഷോ പോയി കാണാൻ പോയിട്ട് നമ്മുടെ ബന്ധുക്കളും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സിനിമയുടെ കൂട്ടുകാർ കൈയടി ഓക്കെ, ചിരി ഓക്കെ, ഞങ്ങൾ വളരെ ആസ്വദിച്ചു. പിന്നീടുള്ള ഓരോ ഷോകളും പറഞ്ഞ് വിശ്വസിക്കില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് എല്ലാ തിയേറ്ററുകളിലും പോയിട്ട് സ്ക്രീൻ അവിടെയാണ്, ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആളുകളെ മുഖത്ത് നോക്കി ആളുകളുടെ കൈയടി മാത്രം കണ്ടിട്ട് ഞാൻ 4-5 തവണയും കണ്ടു. വിഷ്ണു അതുപോലെയൊക്കെ തന്നെ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൻ്റെ അകത്ത് ഇരുട്ടാണല്ലോ, ആളുകൾ ഈ ടിക്കറ്റ് എടുത്ത് കയറിയേക്കണ പടം കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരുടെ ശ്രദ്ധ അവിടെയാണ്. ഞങ്ങൾ ഈ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ആളുകൾ ഓപ്പോസിറ്റ് നോക്കി ആളുകളുടെ മുഖത്ത് നോക്കിക്കോട്. ഇവരുടെ ചിരി സന്തോഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ, ഭയങ്കര സന്തോഷം. ഇതുവരെ ഇത്രയും സന്തോഷം ഇതുവരെ എനിക്ക് തോന്നുന്നു പടം ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടായ ടെൻഷൻ ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് വിജയിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങളോടൊപ്പം ടെൻഷൻ അനുഭവിച്ച വ്യക്തിയായിരിക്കും തീർച്ചയായിട്ടും. പുള്ളി ഫസ്റ്റ് ഡേ പുള്ളി തിയേറ്ററിലേക്ക് വന്നില്ല, മീൻസ് ഉച്ച കഴിഞ്ഞ് പടം ഹിറ്റായെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. അതുവരെ പ്രാർത്ഥന വെള്ളിയാഴ്ചയാണ് പള്ളിയിലൊക്കെ പോയിട്ട് അതിന് ശേഷമാണ് എത്തിയത്. ഓക്കെ, ഏതായാലും അമർ അക്ബർ അന്തോണി എന്ന ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. വിജയ് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തുകളിലൂടെ ഇന്ന സിനിമയിൽ പങ്കുകൊള്ളുന്നത് വളരെയധികം നന്ദിയുണ്ട്. ഇനി ചിത്രത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്കും ഇനി അടുത്ത സ്ക്രിപ്റ്റും ജനങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള അതുപോലുള്ള ചിത്രങ്ങൾ നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്കെങ്കിലും അറിയാം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് തിരക്കഥാകൃത്തുക്കൾ സ്ട്രെയിറ്റ് ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഇനിയും ഒരുപാട് പേര് സിനിമ കാണാനുണ്ടാവും. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് പോയി കാണണം. ഇത് നിങ്ങൾ കുടുംബസമേതം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. മാത്രമല്ല മലയാള സിനിമയിൽ എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, പഴയകാല നല്ല ശുദ്ധഹാസ്യം തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. കാരണം അച്ഛനും അമ്മയും സഹോദരിമാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കാണാവുന്ന ഒത്തിരി നല്ല നർമ്മരംഗങ്ങളുണ്ട്. അവസാനം നിങ്ങളെ ഒരു തരി കണ്ണുനീരും ഈ സിനിമ നൽകും. എങ്കിലും പടം വിട്ട് നമ്മൾ പോരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ അമർ അക്ബർ അന്തോണിമാരുണ്ടാവും. അതേപോലെ ഇനിയും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സംരംഭങ്ങൾ എന്താണെന്ന് ഞങ്ങൾ പറയില്ല, എങ്കിൽ പോലും ദൈവം അനുഗ്രഹിച്ച് അതും നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. മലയാളത്തിലും തമിഴിലുമൊക്കെ ഇറങ്ങുന്ന പുതുചിത്രങ്ങളിലെ വിശേഷങ്ങളുമായി എത്തുന്ന ഇന്നത്തെ സിനിമയുടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും ഒപ്പം അണിയറ പ്രവർത്തകരുമായുള്ള സലാപവുമായി എത്തും വരെ നന്ദി, നമസ്കാരം.